ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് കാത്തിരുന്ന് നമ്മുടെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി ഇതായി എത്തിയിരിക്കുകയാണ് കേട്ടോ. കുറേ നാളായിട്ട് ഞാൻ ഇതിനു വേണ്ടി തന്നെ കാത്തിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ രണ്ട് വീട്ടിൽ നിന്ന് മാത്രം ഭയങ്കര അടുത്തുള്ള ആളുകളെ മാത്രം വിളിച്ചിട്ട് ചെറിയൊരു പരിപാടിയായിരുന്നു. നമ്മൾ നിൽക്കുന്ന വേറൊരു വീട്ടിലായതുകൊണ്ട് അവിടെ വെച്ചിട്ട് അവിടേക്ക് നമ്മുടെ രണ്ടുപേരുടെയും വീട്ടുകാരെ വിളിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എനിക്ക് ഇന്നലെ അമ്മച്ചി മേടിച്ച് തന്ന ഡ്രസ്സായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇന്നലെ ഷോപ്പിങ്ങിന് പോയില്ലേ, അപ്പോൾ എടുത്ത ഡ്രസ്സായിരുന്നു ഞാൻ ഇട്ടിരുന്നത്. ഇങ്ങനെ ചെറിയ പരിപാടിയായിരുന്നു, വലിയ പരിപാടിയൊന്നും ആയിട്ടില്ലായിരുന്നു. നമ്മൾ വീട്ടിൽ അത്യാവശ്യം അറിയുന്ന ആൾക്കാരെ മാത്രം വിളിച്ചിട്ട് നടത്തിയൊരു പരിപാടിയായിരുന്നു കേട്ടോ. അങ്ങനെ ഈ കേക്കിനെ പറ്റി എടുത്ത് പറയണം. കാരണം ഞാൻ ഇത് കസ്റ്റമൈസ് ചെയ്യിച്ചെടുത്താണ്. ഈ കേക്ക് നമുക്ക് മേടിച്ച് തന്നിട്ടൊരു ഫ്രണ്ടായിരുന്നു. ഈ കേക്ക് ഞാൻ കസ്റ്റമൈസ് ചെയ്തതാണ്. ഞാൻ ഡിസൈൻ പറഞ്ഞു കൊടുത്തിട്ട് അവരെ കൊണ്ട് ചെയ്യിച്ചതാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റും പിന്നെ ഞാൻ പറഞ്ഞു കൊടുത്ത അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് കുറേ ഗിഫ്റ്റ് കിട്ടി. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗിഫ്റ്റായിരുന്നു ഈ ഫോട്ടോ ഫ്രെയിം. ഇത് ഞങ്ങളുടെ കല്യാണത്തിൻ്റെയും പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കുറച്ച് നല്ല സ്പെഷ്യൽ മൊമെൻറ്റ്സ് ആ ടൈമിലൊക്കെ എടുത്ത ഫോട്ടോസ് വെച്ചിട്ട് ഒരു കൊളാഷ് ഫ്രെയിം ചെയ്ത് തന്നായിരുന്നു കേട്ടോ. അത് നല്ല ഗിഫ്റ്റായിരുന്നു. പിന്നെ ഇത് ഞാൻ അഞ്ചോട്ടേക്ക് കൊടുത്ത ഗിഫ്റ്റാണ്. ഈ ഗിഫ്റ്റിൽ ഞാൻ കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളായിരുന്നു കൊടുത്തത്. ഞാൻ കസ്റ്റമൈസ് ചെയ്ത് ഞങ്ങളുടെ പേരെഴുതിയ കാർ കീ ചെയിൻ, പിന്നെ പേഴ്സ്, പിന്നെ ഒരു ഷർട്ട്, ചാർജർ പ്രൊട്ടക്ടർ, ഒരു പ്യൂമയുടെ തൊപ്പി, അങ്ങനെയാണ് കേട്ടോ ഞാൻ കൊടുത്തത്. പിന്നെ അഞ്ചോട്ടെ എനിക്ക് എടുത്തു തന്നത് ഒരു ചുരിദാറായിരുന്നു. തയ്ക്കാനുള്ള ത്രെഡ് വർക്കൊക്കെ ചെയ്ത ഒരു ചുരിദാറായിരുന്നു കേട്ടോ എനിക്ക് എടുത്തു തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ ചേച്ചിയാണ് കേട്ടോ ചേച്ചി ഒരു വലിയ ഗിഫ്റ്റാണ് കേട്ടോ തന്നിട്ട്. ഒരു സ്റ്റഡി ടേബിൾ. ആ സ്റ്റഡി ടേബിൾ അപ്പോൾ നമ്മൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ നല്ല ആഘോഷങ്ങൾ പിന്നെ നമ്മൾ ഫുഡൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡ് പുറത്തുനിന്നായിരുന്നു പറഞ്ഞത്. അങ്ങനെ ഇന്ന് ഞങ്ങളുടെ കുറേ കാത്തിരുന്ന എൻഗേജ്മെൻ്റ്